ഷെറീഫ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കൂ? ഏ ആ ഫോണില്ല. ആ എത്ര രൂപ മറി? 10,000 രൂപ വ്യത്യാസവും. ആ ഓക്കെ ഓക്കെ 50-50 ഡീലാണെങ്കിൽ എനിക്ക് ഓക്കെ. നീ പൈസ കാര്യം പറ. GB ഒക്കെ നമുക്കറിയാം. ആ അങ്ങനെ പെട്ടെന്ന് എൻ്റെ ആൾ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. ഞാൻ ആരെങ്കിലും ഉണ്ടാന്ന് നോക്കട്ടെ. അതിനെ കൊണ്ട് നൈസിനെ കുപ്പി ഇറക്കി നിനക്ക് തരാം പോരെ. പൈസ അഡ്വാൻസ് ആയിട്ട് ഇടാൻ പറ്റുമോ? ആ വേണ്ട വേണ്ട, കൊണ്ടുവരാൻ മതി. ശരി, ഓക്കെ ഓക്കെ. അവസാനം ഞാൻ 3G ആവൂ? ആ അല്ല, നിന്റെ കാര്യം ഉണ്ടോന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ശരി എന്നാ ഓക്കെ. എന്നാ പിന്നെ നാണോ ഇല്ലല്ലേ ഇങ്ങനെ പൈസ ഇരക്കേ? ആരായിരുന്നു? നിന്റെ അമ്മായിരെ മോൻ. ആഹാ, അമ്മായിരെ മോനാ. നീ കണ്ട ഞാൻ പൈസ എടുക്കുന്നത്? പിന്നെ ചോദിക്കാനായിട്ടല്ലോ. ഉണ്ടോ? അഡ്വാൻസ് സെറ്റ് ചെയ്യാൻ പറ്റൂ? എന്തായിരുന്നു? വേറെ സെറ്റപ്പ്. വേറെ സെറ്റപ്പാ? അയ്യേ, എന്താന്ന്? അയ്യോ പിന്നെ വാച്ചാ? സ്കോച്ച്. വാച്ചാ? നീ ഇത്ര വലിയ ഫോൺ കാണില്ലേ കയ്യിരിക്കണ? ഫോണുണ്ട്. നിനക്ക് വലിയ ആഗ്രഹങ്ങൾ. ഫോൺ മേടിക്കാനോ? ഈ ഫോൺ എനിക്ക് തരാൻ പോണാ? പങ്കൾ ഏത് പോയിക്കും? ഈ ഫോൺ ഞാൻ നിനക്ക് തന്നിട്ട് നീ മഞ്ഞു കൊണ്ട്. പിന്നെ എന്ത് സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞു തരാം. എടി, നിനക്ക് ഒരു ഐഫോൺ ഒക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമില്ലേ? അതൊക്കെ ഉണ്ട്, എനിക്ക് ആര് മേടിച്ചു തരാം? നിനക്ക് ആര് വാങ്ങിച്ചു തരാന്ന്? അങ്ങളേക്ക് ഐഫോൺ മേടിച്ചു തരോ? പക്ഷെ പൈസ നീ കൊണ്ടുവന്നു. എന്റെ കാശൊന്നുമില്ല. എടി, 10,000, 20,000 രൂപ വ്യത്യാസമാണ്. എന്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് പറഞ്ഞു കൊണ്ടുവരാന്ന് പറഞ്ഞു. പറയണം വാങ്ങിക്കാം. പക്ഷെ എന്റെ ബാക്കി പൈസ ഇല്ലല്ലോ. ബാക്കി പൈസ ഇല്ലേ? അച്ഛനത് പോയി ചോദിക്കണം. സാറിന്റെ പിള്ളേർ എങ്ങനെയാണ് ചെയ്യണത്? അച്ഛന്മാരല്ലേ ചോദിക്കണത്? എന്റെ അച്ഛൻ തരൊന്നുമില്ല. അത് അച്ഛൻ അറിഞ്ഞൂടെ? അച്ഛനെ അറിഞ്ഞൂടെന്നാ? ചെറിയൊരു പരിചയമുണ്ട്. അതല്ല, പിച്ചക്കാണെന്ന് അറിഞ്ഞൂടേന്ന്. അങ്ങനെ എന്റെ അച്ഛൻ തൊഴിലുറപ്പിന് പോണ ആളൊന്നും അല്ലല്ലോ. ഒരു ബാങ്ക് മാനേജർ അല്ലേ? ഒരു ബാങ്ക് മാനേജറിന്റെ മോളായ നിനക്ക് ഒരു ഐഫോണൊക്കെ നിനക്കൊരു നാണമൊന്നുമില്ല നിന്റെ കൂട്ടുകാരെ കൂടെ പോകുമ്പോ? ഉണ്ട്. നമ്മൾ കട്ടക്ക് ചോദിക്കണം. നിനക്കാ ഉത്സവം അവിടെ നോക്കട്ടെ. നിന്റെ ഉത്സവം ഇങ്ങനെ കാണിച്ച എന്റെ അർത്ഥം ഉത്സവം ഉണ്ട്. ആരെയും ഫ്രീ ആയിട്ട് തന്ന ആ അച്ഛന്റെ ആ ഒരു മടി ഇതിലും ഉണ്ട്. അതുപോലെ നമ്മൾ തയ്യും നിക്കണം. നമ്മളെ ചോദിക്കണം, അച്ഛാ എനിക്ക് ഫോൺ വേണം. അച്ഛാ നീ ഫോൺ വാങ്ങിച്ചാ? ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ല. അച്ഛാ കല്യാണം കഴിപ്പിച്ചാലും ചോദിച്ചില്ല, ഒരു ഫോണല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കണം. ബാക്കി നിന്റെ മിടുക്കാണ്. നീയാണ് നിന്റെ അച്ഛന്റെ ഉണ്ട മോള്. മനസ്സിലായ? നീ ഒന്ന് വിരുവിരിപ്പിക്കണം ചുമ്മാ ഇരുന്ന്. സെറ്റ് ആക്കണം. നീ പറയണം, അച്ഛാ ഇവിടെ നിന്ന് വാങ്ങിക്കണമെങ്കിൽ 20,000 രൂപ കുറച്ച് വാങ്ങിച്ചു തരുമെന്ന് പറയണം. 20,000 രൂപ ഒരു മാസം ചിലവടാക്കൂലേ? അപ്പൊ അത് കുറവല്ലേ? ശരിയാണ്. അപ്പൊ ഞാൻ പോയി ചോദിച്ചു നോക്കാല്ലേ? ഈ തുണി ഒന്ന് വിരിച്ചോ. ഞാൻ ഐഫോൺ വാങ്ങിച്ചിട്ട് എയർ ഡ്രോപ്പ് ചെയ്താന്ന് പറഞ്ഞ ഐഡിയ തന്ന എന്നെ നീ കേവലം കെട്ട തുണികൾ കൊണ്ട് വിരിക്കാൻ പറയാൻ നിനക്ക് ഒരു നാണോ മാനോ തോന്നുന്നില്ലേ? കെട്ട തുണിയല്ല എന്റെ തുണി. ഞാൻ കുഴപ്പമില്ല, ഞാൻ വിരിച്ചോ. രണ്ടും ഒന്ന് തന്നെ. ഞാൻ പോയി ചോദിച്ചിട്ട്. ഓക്കെ. ഇതൊന്നും മണി ഇത് എല്ലാ പണി എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. ഇവിടുത്തെ എന്നാ ഇവിടെ രണ്ടെണ്ണമുണ്ടല്ലോ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. എല്ലാ പണി ഇങ്ങനെ ചെയ്യണമെന്ന്. പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട പണി പിള്ളേരെ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ പണിയും ഞാൻ ചെയ്യുന്ന. വല്ലപ്പോഴും ഒരു സഹായമാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കണേ. അനങ്ങാതിരുന്ന് മൊബൈലിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കുത്തിക്കൊണ്ടല്ലേ ഇരിക്കണത്. ദേഹം അനങ്ങട്ട്, തടിയൊക്കെ കുറെ ഇട്ടു. തടി കുറയട്ടെന്നാ? അല്ല, ഈ തടി കുറയട്ടെന്ന് ആര് പറയണത്? ഇത് നോക്ക്. എന്റെ തടിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് നോക്കുന്നുണ്ട് ഞാൻ. അമ്മയെ കളിയാക്കാനൊന്നും അച്ഛൻ ഇല്ല. ഞാൻ എടുക്കണ 50 പുഷപ്പ് പോട്ടെ, അതിന്റെ പകുതിയും പോട്ടെ, 10 അച്ഛനെ കൊണ്ട് എടുക്കാൻ കൊള്ളാവോ? കൊള്ളാന്നാ? മക്കളെ, നീ എന്ന് പോലും പുഷപ്പ് എടുക്കാൻ തുടങ്ങി? ഞാനെ കൊണ്ടല്ല, പണ്ട് കോളേജ് പഠിക്കുമ്പോ കൈ കൊണ്ട് പിടിച്ച് നിർത്തിയതായിരിക്കും. അത് പശുവിനെ. ഇതല്ല, ഞങ്ങള് ഗ്രൗണ്ട് എക്സസൈസ് എടുക്കുമ്പോ ഏറ്റവും കൂടുതൽ പുഷപ്പ് എടുക്കണം ഞാനാണെന്ന് അവിടെ. നീ വേണമെങ്കിൽ ഉണ്ണിമാമനോട് ചോദിച്ചു നോക്ക്.
എന്ത് ചിരിക്കുന്നത്? കറക്റ്റാണ് കറക്റ്റാണ്. മാമ പറഞ്ഞു അവൾക്കറിയാം. നിനക്കതൊന്നുമല്ലല്ലോ, നിനക്ക് കളിയാക്കിക്കൊണ്ട് നടക്കണ അമ്മയെ പോലെ. അതെ, ജിമ്മിലൊക്കെ പോണില്ലേ, അതിന്റെ സ്വപ്പം അഹങ്കാരം ഉണ്ട്. പണി എടുക്കട്ടെ. അച്ഛാ ഞാനൊരു കാര്യം പറയട്ടാ. എന്ത് മോക്കൊക്കെ എന്തോ കാര്യമായിട്ട് നേടാനുണ്ടെന്ന് തോന്നുന്നു. സ്വീറ്റ്നെസ് കൂടുതൽ. വല്ലതും തിന്നാൻ കൊടുക്കാനായിരിക്കും. ഇല്ലല്ലേ, നീ കാര്യം പറ. അച്ഛാ എനിക്കൊരു ഐഫോൺ മേടിച്ചു തരോ? ഐസ്ക്രീമാ? ഐഫോൺ മേടിച്ചു തരോ? ഐഫോണാ? കൊണ്ട് വാങ്ങിച്ചോട്ട്. ഇപ്പൊ തന്നെ വേണോ? ഞാൻ ഈ തേങ്ങ ഒന്ന് പൊതിച്ചു കഴിഞ്ഞിട്ട് മതിയാ? അതുവരെ മോള് വെയിറ്റ് ചെയ്യോ? ഒന്ന് പോച്ചാ. അച്ഛാ അച്ഛാ എനിക്ക് ഭയങ്കര ആഗ്രഹം വെച്ച ഒരു ഐഫോൺ മേടിക്കണോന്ന്. അച്ഛാ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. രാമങ്ങളുടെ ഫ്രണ്ടേ ഗൾഫിൽ നിന്ന് വരണുണ്ട്. അപ്പൊ അവിടെ നിന്ന് മേടിക്കുമ്പോ ഐഫോൺ ലാഭത്തില് കിട്ടും, വില കുറവില് കിട്ടും. നമുക്ക് മേടിക്കാം പ്ലീസ്. ഇവിടെ എനിക്ക് പോലും ഇല്ല ഐഫോൺ. അപ്പോഴാണ് അവക്ക്. അതുകൊണ്ട് കൊച്ചുകുട്ടിയൊക്കെ ഐഫോണിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇവൾക്ക് ആര് വാങ്ങിച്ചു കൊടുക്കും? ഇപ്പൊ അങ്ങനെ പറഞ്ഞു അച്ഛാ അവള് പറഞ്ഞൊന്നും കേൾക്കാല്ലോ. അച്ഛാ എനിക്ക് മേടിച്ച പൊന്നുമക്കൾ ഒരു കാര്യം ചെയ്യും. തേങ്ങ പിടി, ഇത് പിടി. അതെ, തേങ്ങ പൊതിക്കുള്ള മൂട് പോയി മാറില്ലേ. എങ്ങനെ ഇവിടുന്ന് എസ്കേപ്പ് ആവാന്ന് ആലോചിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്റെ അടുത്താണ് നീ ഐഫോണിന്റെ കാര്യം പറഞ്ഞത്. ഇനി ഒരു കാര്യം ചെയ്യ്, നീ തേങ്ങ പോയി തന്നാൽ മതി. തേങ്ങ പോയിച്ച ഐഫോൺ കിട്ടുമോ? ഐഫോൺ അല്ല, വേറെ വല്ലതും കിട്ടും. നിനക്ക് അങ്ങനെ തന്നെ വേണം. നീ വിഷമിക്കാതെ. ഇത്രയും വില കൂടിയ ഫോണൊക്കെ വാങ്ങിക്കാൻ പറ്റൂ? അപ്പൊ 20,000 രൂപ അങ്കിള് കുറച്ചരാന്ന് പറഞ്ഞ്. അവൻ വിചാരിച്ചാൽ നടക്കും. എങ്കിലും ഒന്ന് ആരും നീ പഠിക്കുന്ന കുട്ടിയല്ലേ മക്കളെ, നിന്റെ ഫോണിന്റെ ഒക്കെ ആവശ്യമുണ്ടാ? ഞാൻ അത്ര ആഗ്രഹിച്ചു പോയോ? പോകുന്നുണ്ടല്ലോ അങ്ങനെ കെഞ്ചി കെഞ്ചി ചോദിച്ചേ. ഇതിനെല്ലാം കാരണക്കാരൻ നീയാണ്. എന്ത് നീ എന്തിനാ ആവശ്യമില്ലാതെ പിള്ളേർക്ക് വില കുറച്ച് ഫോൺ വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ കൂടിയ ഫോണൊക്കെ? അത് കൊള്ളാം. വില കുറച്ച് ഫോൺ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കുറ്റമായിരിക്കും. എടാ കുട്ടിയല്ല, അവള് പഠിക്കുന്ന കുട്ടിയല്ലോടാ. അവർക്ക് എന്തിനാ ഇത്രയും വില കൂടിയ ഫോണൊക്കെ കൊണ്ടുനടക്കണം? പഠിക്കുന്ന കുട്ടികൾക്കല്ലേ വില കൂടിയ ഫോൺ വാങ്ങിച്ചു കൊടുക്കണം. പഠിക്കാത്തവളാണെങ്കിൽ കുഴപ്പമില്ല, പിന്നെ വാങ്ങിച്ചു കൊടുക്കണം തെറ്റെന്ന് പറയാം. ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ. അപ്പൊ എനിക്ക് ഐഫോൺ വേണം. അപ്പൊ പ്ലീസ് എനിക്ക് ഐഫോൺ വേണം. പൈസ തരും, അപ്പൊ തന്നെ വാങ്ങിക്കും. പൈസ നീ കൊടുക്കൂ. ഞാൻ കൊടുക്കണമല്ലോ, തന്നെ 20,000 രൂപ കുറച്ച് കൊടുക്കണം അല്ലേ? ഇനിയിപ്പോ ഞാൻ ഇപ്പൊ എന്തിരിക്കണം നീ പറ. എന്താണ്ടി ഞാൻ ഐഡിയ ആലോചിക്കണം. ഡേയ് ഞാൻ എന്തിരിക്കാൻ? അത് ചോയര് അച്ഛനും കൂടെ സപ്പോർട്ട് ചെയ്യണം. അണ്ണൻ്റെ അടുത്ത് പോയി പറയണം. ഇവിടെ എനിക്ക് തോന്നുന്നില്ലേ അവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അച്ഛന് നാണം തോന്നുന്നില്ലേ? അച്ഛൻ ഞാനാണ്, അണ്ണന്റെ മാമനല്ലേ. ഒരു മാമൻ പറഞ്ഞിട്ട് ഒരു മരുമോൻ കേൾക്കണില്ലെന്ന് പറഞ്ഞു. എനിക്ക് അവൻ കേൾക്കുന്നില്ല. ഈ പൈസയുടെ ഇടപാടൊന്നും അവൻ്റെ അടുത്ത് സംസാരിക്കാൻ പോവാൻ അവളെ കാര്യം പറയാം. പൈസ ഇടപാടാണ് നമുക്ക് സംസാരിക്കേണ്ട, നമുക്ക് ഫോണിന്റെ ഇടപാടാണ് ഇപ്പൊ സംസാരിക്കാവുള്ളൂ. പൈസ ഉണ്ടെങ്കിലേ ഫോണുള്ളൂ. അപ്പൊ പിന്നെ പൈസയിലേ സംസാരിക്കാൻ പറ്റൂ. അപ്പോ ഒന്ന് സംസാരിക്കും. അപ്പൊ പ്ലീസ്. അപ്പോ എനിക്ക് തോന്നുന്നില്ല മക്കളെ. അപ്പൊ അങ്ങനെ പറയല്ലേ. അപ്പൊ പ്ലീസ്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കാം. അതാണ് പറഞ്ഞു നോക്കണം. പറഞ്ഞു നോക്കാം, അതേ നടക്കുള്ളൂ. എനിക്ക് വിശ്വാസമൊന്നുമില്ല, ഒന്ന് പറഞ്ഞു നോക്കാം. കുഴപ്പമില്ല, പറഞ്ഞാൽ അങ്ങനെ വിശ്വാസമില്ലാതെ പറഞ്ഞാൽ ശരിയാവൂല. നമുക്ക് ആദ്യം വേണ്ട ആത്മവിശ്വാസമാണ്. നീ സപ്പോർട്ട് ചെയ്യൂ? പിന്നെ ഒട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും ഞാൻ. പിന്നെ വാ നമുക്ക് പോയി പറഞ്ഞു നോക്കാം. ശരി, ഞാൻ വരാം. കൊടുക്കൈ രവിട്ടാ, ഒരു വടി കിട്ടോ? വടി എന്തിന്? ഇപ്പളെ തലയിലെ പെന്നെ ഞെക്കിയൊന്നും കൊല്ലാൻ പറ്റൂല, അടിച്ചെന്നെ കൊല്ലണം. പന്നിയുടെ സൈസാണ് പെൻ. പന്നിയുടെ സൈസ് ആണെങ്കിൽ പിങ്കിയുടെ തലേന്ന് തന്നെയാണ്. ഇനി പിങ്കിനെ കുറ്റം പറഞ്ഞു. അവളെ തലയിൽ പേനുണ്ട്, പക്ഷെ ഇത് നിന്റെ തലയിൽ അഴുക്കുള്ളത് കൊണ്ട് തന്നെയാണ് നിറച്ചു വന്നോണ്ടിരിക്കണേ. എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. എന്തോന്ന് മാമ? അല്ല, കുറച്ചു മുമ്പ് ഇവളൊന്നും ഒരു കാര്യം പറഞ്ഞു. ഇനി അങ്ങനെ വല്ലതും തന്നെ ഇവക്കൊരു ഐഫോൺ മാറ്റി ഓടറാ. അതിന്റെ ഒന്നും ആവശ്യമില്ല മാമ. കറക്റ്റ് കാര്യമാണ് അണ്ണൻ പറഞ്ഞു. വിഷമുണ്ടല്ലോ അണ്ണ, അവളെ പാവലെണ്ണ വാങ്ങിച്ചോളൂ. അല്ല പാവല്ലേ, വാങ്ങിച്ചോട്. ഇന്നൊരു കാഞ്ചി നീ വാങ്ങിച്ചോടും. ഞാൻ വാങ്ങിച്ചു കൊടുക്കണ പോലെ തന്നെ. അണ്ണൻ പോയാൽ എത്ര രൂപ കൊടുക്കണമെന്ന് അറിയാം? ഞാൻ പോകുമ്പോ 20,000 രൂപ ഉറക്കേ ഇല്ലേ? 20,000 രൂപ? 20,000 രൂപ എന്ത് കുറഞ്ഞ പൈസ? എന്തോ വാങ്ങിച്ചോടെന്ന് പറഞ്ഞോണ്ടിരിക്കണേ. ഒരെണ്ണം മാറ്റി കൊടലേ. അതെങ്ങനെ മാമ? അവക്ക് വാങ്ങിച്ചു കൊടുത്തേ ഇവക്ക് വാങ്ങിച്ചു കൊടുക്കണ്ടേ? ഈ രണ്ടെണ്ണത്തിന് വാങ്ങിക്കാൻ പിന്നെ എനിക്ക് വാങ്ങിക്കണ്ടേ? നല്ല വളക്കുള്ള മണ്ണാണ്, നല്ല കൃഷി വെക്കല്ലേ. അല്ല എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതൊരു ഐഫോൺ ഫാമിലിയായിട്ട് അങ്ങ് പ്രഖ്യാപിക്കാം. കറക്റ്റ് 3 ഫോൺ. അണ്ണാ 3 ഫോൺ വാങ്ങിക്കുമ്പോഴേ 20, 40, 60,000 രൂപയാണ് അണ്ണൻ ലാഭം ഉണ്ടാക്കാൻ പോണത്. 60,000 രൂപ? 60,000 രൂപ ലാഭം ഉണ്ടാക്കുമ്പോഴേ ഒരു 10,000 രൂപ എനിക്ക്.
പതിനായിരം രൂപ ഓ കമ്മീഷൻ. എന്റെ കയ്യിൽ ഇതിനൊന്നും പൈസ ഒന്നും ഇല്ല. മക്കളെ തുടങ്ങിക്കോ. ഒരു മിനിറ്റ് കോള് വരണം. വാങ്ങിച്ചു വിടറാ, വാങ്ങിച്ചു വിട. അല്ലേ അവൻ തന്നെ. ആ ഡേ പൈസ ട്രാൻസ്ഫർ ചെയ്യാനാ? ട്രാൻസ്ഫർ ചെയ്യാം. ഒന്നല്ല 3. എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വെള്ളം താഴ്ചിട്ട് വയ്യ. ഞാൻ പോയി വെള്ളം കുടിക്കട്ടെ. എടാ എത്തിയില്ലടാ. അവൻ എത്തിയില്ല. ചെറുക്ക എത്തിയില്ലടാ. അവൻ കൊണ്ടുവന്ന ഫസ്റ്റ് ഫോൺ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ച് നിന്നെ അങ്ങോട്ട് കൊണ്ട് ഞാൻ തരിഞ്ഞേ. നീ ഇങ്ങോട്ടൊന്ന് വാങ്ങിച്ചാ മതി. എടാ കൊണ്ടുവന്നില്ലെന്ന്. ചെറുക്കം വന്നില്ലടാ. എടാ ഫോണ് കൊണ്ടുവന്ന ചെറുക്കം വന്നില്ലടാ. എടാ നീ എന്നെ പേടിപ്പിക്കാതെ. ഞാൻ കൊണ്ടുവരാൻ ഞാൻ. ഓ അതല്ലേ. ഓ നീ എടുത്തിട്ട് ആർക്കും കൊടുക്കൂ. ഓ എന്തൊരു തൊല്ല കേസടേ. ആ ചെറുക്കൻ ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ. 10 പൈസ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഓരത്തമാര് ഫോണും ഓഫ് ചെയ്ത് വെച്ചോണ്ടിരിക്കും. ഫോൺ വരാറായ? ഐഫോണല്ലേ? ഓ ഐഫോൺ വരാറായി. വരാറായി. ആ എന്തോ അങ്ങനെയൊക്കെ പറയണ? അല്ല ഫോൺ വന്ന്, പക്ഷെ അവൻ വന്നില്ല. ഫോൺ വന്നില്ലേ? അല്ല ഫോൺ അവന്റെ കയ്യിൽ കിട്ടി, പക്ഷെ അവൻ വന്നില്ല. അത് വരത്ത? അത് അറബി വിട്ടില്ലെന്ന്. അറബി വിടാത്ത? അത് അറബിക്ക് വിടാൻ തോന്നത്തോണ്ടായിരിക്കും. ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തില്ലേ? ടിക്കറ്റ് എടി അറബിയല്ലേ ബുക്ക് ചെയ്തത്. അപ്പൊ അറബിക്ക് മാറ്റി വെക്കാല്ലോ. എന്തോന്നാ കഷ്ടങ്ങളെ, എന്തിത്ര ലേറ്റ് ആവണേ? നീ ഇങ്ങനെ കിടന്ന് പിടയ്ക്കാതെ. മറ്റേ ബാബോളം വന്നില്ല, പിന്നെ 6ഓളം കാക്കാന്നൊരു സംഭവം ഇല്ലേ? അങ്ങനെയല്ലല്ലോ. പിന്നെ വേവോളം കാത്തില്ലേ 6ഓളം കാത്ത? ഇത്ര കാര്യങ്ങളാ നീയാണെ ടെൻഷൻ അടിച്ചത്. നിനക്കെല്ലാം അറിയണ്ട. ഫുൾ ഓഫ് ഐഡിയാസ്. നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നീ ഇതുപോലത്തെ ഐഡിയ നീ ബാക്കിയുള്ള ചോദിക്കുമ്പോഴും കൂടെ നീ അത് മകൾ മാറി. നീ ബാക്കിയുള്ളതും കൂടെ അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണോ നീ അങ്കിളുടെ കൂടെ നിൽക്കാൻ മനസ്സിലെ കൊട്ടടി നിൽക്കണം. നീ അത് ഐഫോണാണ് പറഞ്ഞത്. കൊച്ചു കള്ളി ഇവിടെ കിടക്കുമല്ലോ, ഓർമ്മിക്കണം. അയ്യോ എൻ്റെ അമ്മു, 2 അവിടെ തന്നെ ഉണ്ടല്ലോ. പെണ്ണിനെ ഒരുവിധം ഒതുക്കി. ഇതുങ്ങളെ എന്ത് പറഞ്ഞ് ഒതുക്കും? ഒരു കാര്യം ചെയ്യാം. ഫോണിൽ 2 മിനിറ്റ് അലാറം വെച്ചോണ്ട് പോയി ഒരു കോള് നാടകം നടത്തി അങ്ങ് ഒതുക്കാം. ഫോൺ ഇതുവരെ വന്നില്ലെന്ന്. അതിങ്ങ് വരും. അപ്പുറത്തെ ജംഗ്ഷനിൽ നല്ല വരണത്. ദുബായിൽ നിന്നാണ് വരണത്. സമയം എടുക്കും. എന്നാൽ ഇവന്റെ കാര്യം ഫോണോടെ ഫോണൊക്കെ ഓക്കെ, പക്ഷെ അവൻ വന്നില്ല. അവന് നാളെയാണെന്ന് ഫ്ലൈറ്റ്. നാളെ വരും. കാശൊക്കെ കൊടുത്ത കാര്യമാണ്. ഇനി ഇത്ര വൈകുന്നു. നാളെ വരുവണ്ണ. അണ്ണന്റെ ഒരു ഇത് കണ്ട അണ്ണ എല്ലാ സ്വത്തും എന്റെ പേര് എഴുതി തന്ന പോലെയാണല്ലോ. അതല്ലേ എന്റെ കാര്യമായോണ്ട് ഒരു ചെറിയൊരു ഡൗട്ട്. ഞാൻ ഇവിടെ നിൽക്കില്ലേ നിങ്ങളെ കൂടെ? എന്റെ കൂട്ടുകാരനല്ലേ കൊണ്ടുവരണത്. കൊണ്ടുവന്നാ മതി. അതാ ഫോണ് പറഞ്ഞു. അവൻ തന്നെ. പറടാ. പോടാ. അയ്യോ നമ്മളെ തിരിച്ചോണ്ടിരിക്കണ ഉമ്മേ പോയാ. അയ്യോ അവന്റെ ഉമ്മ മരിച്ചു. അയ്യോ എടാ ഇവിടത്തെ കാര്യമൊക്കെ നമ്മൾ ഡീൽ ചെയ്തോളാം. എടാ നീ അതൊന്നും ആലോചിക്കണ്ട. നീ ഇങ്ങനെയാണ് നമ്മളെ പറ്റി വിചാരിക്കണത്. പിന്നെ അതാ അവിടെ വലിയ കാര്യം. നീ 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. എടേ അപ്പൊ നമ്മുടെ ഫോണ് എന്തോന്ന് പറഞ്ഞു? ഒരാളെ മരിച്ചിരിക്കുന്നു ഫോൺ. അത് ഞാനല്ല പഠിച്ചിരിക്കണം. ഹലോ എടാ നീ പറയടാ. കുഴപ്പമൊന്നുമില്ല. മണി 2 ആഴ്ച ആകുന്നു. 2 ആഴ്ച ആവട്ടെ. ഒരു അത്യാവശ്യം വന്നിട്ടല്ലേ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞാലേ വരാൻ പറ്റുള്ളൂ. അല്ല മണി, ഇതൊക്കെ ഉള്ളത് തന്നെ. എന്തോന്ന് മരണോ? ആരെങ്കിലും മരണത്തെ പറ്റി കള്ളം പറയുമോ? അല്ല ഇവന്റെ കാര്യമാണ്. ഞാൻ ആരെങ്കിലും വിശ്വസിച്ച് മനുഷ്യ. കണ്ണിലെന്തോ വീണല്ല ശല്യം. ഇതായിരിക്കണം 3 എണ്ണം. ഇങ്ങനെ അകത്ത് കൊടുത്തോളൊരു ഫ്രോണിങ് പ്രോഗ്രാം ഇവിടെയും കൂടെ കൊടുക്കേണ്ടി വരും.
എന്നാലേ പിടിച്ചിരിക്കാൻ പറ്റൂ. നീ നോക്ക്. ഓ ഇനി ഐഫോൺ കിട്ടിയിട്ട് വേണം ഈ ആൻഡ്രോയിഡ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് നിറച്ച് സെൽഫി എടുത്ത് തകർക്കാൻ. പിന്നെ നമ്മൾ രണ്ടൊരു ഫുൾ നേരം ഐഫോണിലായി. ഒരു കാര്യം ഞാൻ പറയാം, ആ ഫോണ് കിട്ടി കഴിഞ്ഞുണ്ടല്ലോ 24 മണിക്കൂർ അതിൽ കുത്തിരിക്കല്ലേ. പഠിത്തം ആ ഒരു കാര്യം ഓർമ്മയാണ്. ഓക്കെ. ഒരു അലാറവും കൂടെ സെറ്റ് ചെയ്യാം. പൊളി. ഇത് ബോസ്. അമ്മേ. എന്തൊരു പരിപാടി? ഫോട്ടോ എടുത്തത് ഈ ആൻഡ്രോയിഡ് ഫോണിന് ലാസ്റ്റ് ആയിട്ട് കുറച്ച് സെൽഫി എടുക്കാന്ന് വിചാരിച്ചു. ഐഫോൺ വരെയല്ലേ, പിന്നെ എന്തിനിത്? ഐഫോൺ വരെയല്ലേ, പിന്നെന്തിനത്? അല്ല പറയാൻ പോലെ എന്ന് വരും? വരും. എപ്പാ? ഉടനെ വരും. എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഫോൺ വൈബ്രേറ്റ് ചെയ്യണ കണ്ടില്ലേ? അയ്യോ എന്താടാ? പോടാ. സീരിയസ് ആയിട്ടാ? ശരിയാണല്ലേ, ഇങ്ങനെ കളി അടിക്കൂലല്ലോ. അത് ഞാൻ മാനേജ് ചെയ്തോളാം. മാനേജ് ചെയ്തു. ആ അല്ല, അത് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നീ ടെൻഷൻ അടിക്കണ്ട. നീ അവിടുത്തെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് നീ അവിടുത്തെ കാര്യം നോക്ക്. ഷൂ എന്നാലും നമ്മളെ ഉമ്മുമ്മ അയ്യോ പാവം തന്നെ. ആ ശരിടാ, ഞാൻ വിളിക്കാം. ഓ അല്ല, ഞാൻ അങ്ങോട്ട് വിളിക്കാടാ. ആ നീ വെച്ചു. നമ്മളെ ഷെരീഫിന്റെ ഉമ്മുമ്മ മരിച്ചു. ഒരു കുഴപ്പമില്ലായിരുന്നു. അയ്യോ, ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞാൽ വരാൻ പറ്റൂടാ. 2 ആഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ. ഐഫോണാ? അത് തന്നെ. ഒരാൾ മരിച്ചിരിക്കുമ്പോൾ നിന്റെ ഐഫോൺ വായി തുറന്നോണ്ട് നിനക്ക് പറ്റണത് ഒരുമാതിരി. എനിക്കിതെന്ന് പറഞ്ഞോട്ടെ, എന്റെ അച്ഛൻ അതല്ല പഠിപ്പിച്ചത്. അങ്ങനെ ചോദിക്കണ്ടായിരുന്നല്ലേ? അപ്പനും തെറ്റി. അല്ലല്ല, ഉമ്മ മരിച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കുകയാണ്. എന്തെന്ന് ആലോചിക്കണേ? പഴയ വല്ല കണക്ഷൻ ഉണ്ടായിരുന്നു? പിന്നെ വരട്ടെ. അല്ലെന്ന പിന്നെ 2-3 ആഴ്ചയാലും കുഴപ്പമൊന്നുമില്ലല്ലേ? ഒരാളെ മരണം എന്ന് പറഞ്ഞാലേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓണൊക്കെ എപ്പോ വേണമെങ്കിൽ നമുക്ക് പറ്റും. മരണം അതല്ല. പത്രം ഇപ്പോഴാ വായിക്കണേ? അതെ, രാവിലെ പത്രം വായിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാ ഇപ്പം വായിച്ചത്. ഓഹോ. മണി, രാമൻ എവിടെ? അവൻ പുറത്തോട്ട് എങ്ങോട്ടോ പോയി. പുറത്തു പോയാ? ഓ ചൊറിയുന്നു. അച്ഛാ എന്താ ഗ്ലൂമി ആയിട്ടിരിക്കണേ? ഒന്നുമില്ല. അച്ഛൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ തന്നെ. മക്കളെ, മാമ ചായ എടുക്കട്ടാ? വേണ്ടേ, ഇപ്പൊ വേണ്ട. വേണ്ടേ? അമ്മ കടിക്കാൻ വല്ലോ ഉണ്ടമ്മ? അന്നിന്റെ കൈയെടുത്ത് വെച്ച് കടിച്ചോണ്ടിരിക്കും. മാമ, രാമൻ വല്ലതും പറഞ്ഞ? ഷെരീഫിന്റെ ഉമ്മമ്മ മരിച്ചു എന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞാൽ ഫോൺ കിട്ടുള്ളൂ. അല്ല, എന്റെ ഓർമ്മയില്ലേ ഷെരീഫിന്റെ ഉമ്മമ്മ നേരത്തെ മരിച്ചു പോയി എന്നാണ് എന്റെ ഓർമ്മ. ആണല്ലേ? ശരിയാണ്. ഏയ് മാമ, അവൻ ആ ഫോൺ വരുമ്പോ ഞാൻ കൂടെ നിപ്പുണ്ടായിരുന്നു. അവന്റെ എക്സ്പ്രഷൻ കണ്ടതാണ്. കള്ളത്തരൊന്നുമല്ല, വെറുതെ നമ്പർ ആണെന്നൊന്നും തോന്നണ്ട. ഫോൺ വന്നപ്പോഴാ? ഷെരീഫിന്റെ കോൾ വന്നേ. ഉമ്മ മരിച്ചെന്നുള്ള ഫോൺ വന്നപ്പോ ഞാൻ കൂടെ നിപ്പുണ്ടായിരുന്നു. അടുക്കളയിൽ വെച്ച് ഇല്ലേ? നമ്മളെ മുമ്പ് ചെറിയ ഫോൺ വന്നത്. അടുക്കളയിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരിക്കുമ്പോ നമ്മുടെ മുമ്പ് വെച്ച് ഫോൺ വന്നു. വരും വരും വരും, അടിക്കടി ഫോൺ വരും. അതെന്തിനു 2 പ്രാവശ്യം വിളിക്കണേ? ഒരേ കാര്യം ഒരേ ആരും 2 പ്രാവശ്യം വിളിക്കോ? വേറെ ആരെങ്കിലും വിളിച്ചായിരിക്കും? അല്ലമ്മ, ഷെരീഫാണ് വിളിച്ചത്. ഷെരീഫിന്റെ ആര് മരിച്ചെന്ന് പറഞ്ഞ ഉമ്മമ്മേ? എവിടെ കിടന്നു മരിച്ചത്? ആശുപത്രിയില്ല. ഏതാശുപത്രി? ഏതാശുപത്രി? ആശുപത്രിയല്ല, വീട്ടില്. വീട്ടില? ഫ്ലാറ്റിൽ. ഫ്ലാറ്റ് എവിടെ? വീട് എവിടെ? അത് കരാമല്ല, അത് ദുബായിലല്ലേ? ഓ പിന്നെ നീ ഇവിടെ അട്ടക്കുളങ്ങരല്ലേ പറഞ്ഞത്? അണ്ണ എന്താ അണ്ണ, അട്ടക്കുളങ്ങരയാണെങ്കിൽ അവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചു വരണോ? ദുബായിലായിട്ടല്ലേ ഫ്ലൈറ്റ് പിടിച്ചു വരേണ്ടത്, അതല്ലേ ബ്ലോക്ക് ആയത്. ഓഹോ,
ഒരു കാര്യം ചെയ്യ്, നീ അവന്റെ ഫോണിൽ എടു, നിന്റെ ഫോണിൽ എടു, അവന്റെ കോൾ ലിസ്റ്റ് നോക്കാം. എന്റെ ഫോണിൽ അവന്റെ കോൾ ഹിസ്റ്ററിയാ അതങ്ങനെ വരും. അവൻ വിളിച്ചില്ലേ പിന്നെ? അപ്പൊ നിന്നെ വിളിച്ചാടാ. ചേട്ടത്തി എന്റെ ഫോണിൽ എന്റെ ഹിസ്റ്ററിയല്ലേ വരുള്ളൂ. എടേ നിന്റെ അവന്റെ എല്ലാ ഹിസ്റ്ററി ഇവിടെ ഉണ്ട്. അതിപ്പോ ഡിലീറ്റ് ആയി പോയി. അതെങ്ങനെ ഡിലീറ്റ് ഡിലേറ്റ് ആവും മണി, ഡിലേറ്റ് ആവും. ഞാൻ പറഞ്ഞുതരാം. മക്കളെ ഇറങ്ങി ഈ ന്യൂസ് ഒന്ന് വാരി മോളെ. ദാ ഈ മേളിൽ കിടക്കുന്ന ന്യൂസ് എന്റെ ഹിസ്റ്ററി ഡിലീറ്റ് വേണ്ട, ഈ എല്ലാ ഹിസ്റ്ററി ഇവിടെ ഉണ്ട്. തിരുവനന്തപുരം എയർപോർട്ടിൽ സ്വർണ്ണവേട്ട. തിരുവനന്തപുരം എയർപോർട്ടിൽ 1.5 കിലോ സ്വർണവുമായി അട്ടക്കുളങ്ങര സ്വദേശി മുഹമ്മദ് ഷെരീഫ് അറസ്റ്റിൽ. എന്റെ പേര് കണ്ടാ? അത് വേറെ ആരോ അട്ടക്കുളങ്ങര സ്വദേശി. അട്ടകുളങ്ങര ഒരാൾക്ക് മാത്രമേ ഉള്ളൂ സ്വദേശം. അപ്പൊ ഷെരീഫ് എന്നുള്ള പേരാ? കൂട്ടുകാരുടെ പേര് ഷെരീഫും അട്ടക്കുളങ്ങരയുള്ളത് ആരപ്പം? അട്ടകുളങ്ങര ഷെരീഫ്. നീ ഉടായ്പ കാണിച്ചല്ലേ? ഉടായ്പ കാണിച്ചല്ലേ? ഞാൻ എന്തിനാ ഉടായ്പ കാണിക്കുക? ഞാൻ അവിടെ നിൽക്കല്ലേ. പിന്നെ ഷെരീഫ് ആരാടാ? ഷെരീഫ് ആരാടാ? നിന്റെ കൂട്ടുകാരൻ തന്നെ. പിന്നെ ഏതാണ്ട് സ്വർണ്ണക്കടത്തിന്റെ പേപ്പറിൽ എന്തെങ്കിലും അപ്പൊ ഞാൻ തരീ നിന്റെ ഫോൺ നിന്റെ ഫോൺ വെക്കൂടെ? എനിക്ക് ചെവിയാക്കാൻ പറ്റില്ല. ചെബെന്ന് പറഞ്ഞ നീ നിന്റെ ഫോണ് ഇവക്ക് കൊടുക്കാൻ വെച്ചിട്ട് അത് ചെവിന്ന് വിട്. കൊടുക്കാം ഭയങ്കര വേന. മൂലിയൊക്കെ തരാം. ഫോൺ കൊടു. എന്റെ ഫോൺ 1.5 ലക്ഷം രൂപ ഫോൺ ആദ്യം കൊടുക്കണത്. അത് നീ കൊടുക്കണതാ? ഫോൺ കൊടുറാ. എന്തിന് ഫോണ് കൊടുക്കാൻ പറഞ്ഞ ഫോൺ കൊടുക്കണം. എന്റെ ഫോൺ വില കൂടിയ ഫോണാണ്. എത്ര വില കൂടിയാണെങ്കിൽ ഫോൺ കൊടുറാ. അപ്പല്ല പൊടി കൊടുക്കും. കൈ വിടച്ചാ കൈ വിടാൻ ഫോൺ എടുത്ത് പറ്റില്ല. ഫോൺ എടുത്ത് കൊടുക്കാം ഫോൺ കൊടു. അയ്യോ അയ്യോ കോള്. അയ്യോ ഹലോ.